സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. 1000 കോടി രൂപയാണ് വായ്പ എടുക്കുന്നത്. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് തുക സമാഹരിക്കുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇനിയിപ്പോൾ കൂടുതൽ ചെലവുള്ള ഇപ്പോൾ ഓണക്കാലം, ഉത്സവകാലമൊക്കെ വരാൻ പോവുകയാണ്. സർക്കാരിന് വലിയ ചെലവുണ്ട്. ആ ഘട്ടത്തിൽ അതിനു മുമ്പ് തന്നെ 1000 കോടി സമാഹരിക്കുകയാണ് വിപണിയിൽ നിന്നല്ലേ? വിജയകുമാർ, സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും 1000 കോടി രൂപ കടമെടുക്കുന്നത്. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി പണം സമാഹരിക്കാനാണ് തീരുമാനം. ജൂലൈ ആദ്യവാരവും ജൂൺ അവസാന വാരവുമായി ഏതാണ്ട് 4000 കോടി രൂപയുടെ വായ്പ പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി ശേഖരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും 1000 കോടി രൂപയുടെ വായ്പ എടുക്കുന്നത്. സർക്കാരിന്റെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണം വായ്പ എടുക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ ഓണക്കാലത്ത് വലിയ തോതിലുള്ള ചെലവ് സർക്കാരിന് വരാനിരിക്കുകയാണ്. ഓണം ഇത്തവണ സെപ്റ്റംബർ ആദ്യവാരം ആയതുകൊണ്ട് ആ ഘട്ടത്തിലേക്ക് മാത്രമേ അത്തരം വായ്പകൾ കിടക്കൂ. ഇപ്പോൾ മറ്റ് ചെലവുകൾ മീറ്റ്, ക്ഷേമ പെൻഷൻ, ഒപ്പം തന്നെ KSRTC സഹായം, മറ്റ് കാര്യങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ പണം സമാഹരിക്കുന്നത്. എന്തായാലും ഓണക്കാലത്തിൽ ചെലവുകൾക്ക് ഏതാണ്ട് 20,000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. യെസ്, ഓണക്കാലത്തിന് മുമ്പ് തന്നെ പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി പണം സമാഹരിക്കുകയാണ്. 1000 കോടി രൂപയാണ് വായ്പ എടുക്കുന്നത്. സർക്കാർ അതിന് തയ്യാറെടുക്കുകയാണ്. വിശദാംശങ്ങളാണ് ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.